തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. വായനാവസന്തം തീർത്ത് കുരുന്നുകളുടെ അക്ഷരോത്സവം. വായനക്കാടുകളിലെ കഥകൾ വായിച്ചും സംയുക്ത ഡയറിയിലെ അനുഭവങ്ങൾ പങ്കുവച്ചും കുരുന്നുകൾ ഒരുക്കിയ അക്ഷരോത്സവം വേറിട്ടതായി. വലപ്പാട് GDM LP സ്കൂളിലാണ് എല്ലാ വിദ്യാർത്ഥികളും വായിക്കാനുള്ള തങ്ങളുടെ കഴിവ് രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും മുന്നിൽ പ്രകാശിപ്പിച്ചത്. വായനക്കാടുകളിലെ കഥകളും കവിതകളും മുതൽ ചരിത്ര പുസ്തകങ്ങൾ വരെ കുട്ടികൾ ഭാവം ഉൾക്കൊണ്ട് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് മുന്നിൽ വായിച്ചവതരിപ്പിച്ചു. പദക്കാർഡുകളും വാചകക്കാർഡുകളും വായിച്ചുകൊണ്ട് KG വിദ്യാർത്ഥികളും വായനയുടെ ഭാഗമായി. വിദ്യാർത്ഥികളുടെ രചനാശേഷി വികാസത്തിനായി 1ാം ക്ലാസ് മുതൽ ആരംഭിച്ചിരിക്കുന്ന സംയുക്ത ഡയറി കുറിപ്പുകളുടെ പ്രകാശനം അക്ഷരോത്സവത്തിന്റെ ഭാഗമായി നടന്നു. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KV അമ്പിളി കുട്ടികളുടെ ഡയറി കുറിപ്പുകളുടെ സമാഹാരം നാൾമൊഴികൾ സമർപ്പിച്ച അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വികസന സമിതി ചെയർമാൻ C വാസുദേവൻ അധ്യക്ഷനായി. തളികുളം BPC TV ചിത്രകുമാർ വായനാ പ്രതിഭകൾക്ക് ഉപഹാരം സമ്മാനിച്ചു. ഹെഡ് മാസ്റ്റർ CK ബിജോയ്, CK കുട്ടൻ മാസ്റ്റർ, ബനേഷ് വലപ്പാട്, RR സുബ്രഹ്മണ്യൻ, VR ജഗദീശൻ, പാർവതി ദിലീപ്, CB സുബിത എന്നിവർ സംസാരിച്ചു. എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ ദിവസത്തിൽ തന്നെ നമ്മൾ ഇത്രയും നല്ലൊരു പരിപാടി അല്ലെ, എല്ലാ കുട്ടികളും വായിക്കാൻ എന്നുള്ളൊരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് എല്ലാം കൂടി തന്നെ ചേർന്നുകൊണ്ട് എല്ലാ കുട്ടികളും വായിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അതിനേക്കാൾ ഉപരി വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങളുടെ പ്രധാന അധ്യാപകൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുന്നെയാണ് കൂടുതലായിട്ടും പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചതായിട്ട് എനിക്ക് അറിവുള്ളത്. അതിലൊക്കെ പങ്കാളിയാവാൻ അന്ന് മുതൽ സാധിച്ചിട്ടുണ്ട്. 2022-ലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു വെക്കേഷൻ ഒരു ശില്പശാലയൊക്കെ നടത്തി സ്കൂളിനെ എങ്ങനെ ഉയർത്താം എന്നുള്ള ചിന്തകളും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം തളിക്കുളം BRCയുടെ ഒരു സേവനം ഉണ്ടായിരുന്നു. അതിൽ വന്നപ്പോൾ തളിക്കുളം BRCയിൽ അതിനോടൊപ്പം പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു.